വി ഡി സതീശൻ, എൻ്റെ മോനെ, റോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് റോമാഞ്ചിഫിക്കേഷൻ. കഴിഞ്ഞ ദിവസം കാന്തപുരത്തിൻ്റെ കേരള യാത്രാ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ അടുത്തിരുത്തി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 10 മിനിറ്റ് പറഞ്ഞ പ്രസംഗം മുഖ്യമന്ത്രിയെ അങ്ങ് ബഹിരാകാശത്തേക്ക് വരെ കയറ്റിക്കളഞ്ഞു. റോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് റോമാഞ്ചിഫിക്കേഷൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടുത്തിരുത്തിയിട്ട് വി ഡി സതീശൻ ആ പറഞ്ഞിട്ടുള്ള 10 മിനിറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ രോമം എണീച്ച് നിൽക്കും. എൻ്റെ രോമം അത് കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ രോമം ഇതുവരെ താന്നിട്ടില്ല. മതേതരത്വം സ്റ്റേജിൽ മാത്രം വിളമ്പുന്ന കപട മുഖങ്ങളെ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കപട മുഖങ്ങളെ സ്റ്റേജിലിരുത്തി വലിച്ചു കീറി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. എന്നാലും ആദ്യം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതീക്ഷിച്ചതേ ഇല്ല. തൻ്റെ പ്രസംഗത്തിന് ശേഷം തൻ്റെ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ PR ടീമുകൾ എഴുതി തരുന്ന പ്രസംഗത്തിൻ്റെ നീണ്ടമായ തിരക്കഥ വായിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് കസേരയിൽ വന്നിരിക്കുമ്പോൾ അവിടെ അടുത്ത ഊഴം വി ഡി സതീശനുള്ള കാര്യം പിണറായി വിജയൻ ഓർത്തില്ല. അതാണ് പിണറായി വിജയന് പറ്റിപ്പോയ മണ്ടത്തരം. എന്തായാലും പിണറായി വിജയൻ പറയുന്ന മതേതരത്വത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ രണ്ടുപേരും, പിണറായി വിജയനും അതുപോലെ വി ഡി സതീശനും പറയുന്നത്. ആദ്യം പിണറായി വിജയൻ പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ന്യൂനപക്ഷം കേരളത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. കേരളം ഒരു ശാന്തി തീരം. അധികാര കേന്ദ്രങ്ങളിൽ തങ്ങളുണ്ടെങ്കിലേ ചിലർക്ക് കാര്യങ്ങൾ ലഭിക്കൂ എന്ന് ചിലർ പറയുന്നുണ്ടെന്നും പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി. ഇവിടെ ചിലരുടെ വികാരം ഉണർത്താൻ ഉയർത്തുന്ന ചില വാദഗതികളുണ്ട്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യം അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അധികാര കേന്ദ്രത്തിൽ ചിലരുണ്ടായാൽ മാത്രമേ ചില വിഭാഗങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടൂ പറയുന്നത് കേട്ടല്ലോ. ഇത് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ. PR ടീമുകൾ എഴുതി കൊടുത്തിട്ടുള്ള മുഴുനീള ഒരു പേപ്പർ, ആയിട്ടുള്ളൊരു പേപ്പർ വായിച്ചു തീർക്കുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ജനങ്ങൾ, 10,000-കണക്കിന് കാന്തപുരത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള 10,000-കണക്കിന് ജനങ്ങൾ അവിടെ നിന്ന് ഉറങ്ങി വരെ പോകാൻ സാധ്യത കാണുന്ന മുഖ്യമന്ത്രിയുടെ ആ മുഴുനീള പ്രസംഗം വായിച്ചു കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തിരുന്ന വി ഡി സതീശൻ്റെ ഊഴമാണെന്ന് പിണറായി വിജയൻ അറിഞ്ഞില്ല. 10 മിനിറ്റ് കൊണ്ട് ഈ പിണറായി പറഞ്ഞിട്ടുള്ള പൊള്ളയായിട്ടുള്ള വാദങ്ങളെ പൊളിച്ചടുക്കി പിണറായിയെ ഈ പറഞ്ഞിട്ടുള്ള മതേതരത്വം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്ന, വേദിയിൽ മാത്രം മതേതരത്വം വിളമ്പുന്ന, ഇതുപോലുള്ള മുഖംമൂടി ധരിച്ചിട്ടുള്ള കള്ളന്മാരുടെ മതേതരത്വം വലിച്ചു കീറി തുറന്നു കാണിച്ച വി ടി സതീശന് ഒരു ബിഗ് സല്യൂട്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വെറും രാഷ്ട്രീയ അജണ്ടയോടുകൂടി PR ടീമുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ എഴുതി കൊടുത്തിട്ടുള്ള ആ ഒരു മുഴുനീള ക്ക് വി ഡി സതീശൻ കൊടുത്ത മറുപടിയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. എന്താ അല്ലേ റോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. മതേതരത്വം പറഞ്ഞു നടക്കാനുള്ളതല്ല, അത് പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാണ്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊക്കെ ഒന്ന് ഓർമ്മ വന്ന് കാണും. കാരണം വെള്ളാപ്പള്ളി, മുസ്ലിങ്ങളെ അസഭ്യം പറഞ്ഞ ആ വെള്ളാപ്പള്ളിയെ പൊന്നാടയിട്ട് അണിയിക്കാനും മാലയിട്ട് സ്വീകരിക്കാനും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച ആ ഒരു മനസ്സ് നമ്മൾ മറന്നു എന്നുകൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ഈ വി ഡി സതീശനെ ഭരണവശം ഭയക്കുന്നത് തന്നെ. കാരണം ഈ പിണറായി വിജയനാണോ വെള്ളാപ്പള്ളിയാണോ ആരാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ ആ നെഞ്ചിലേക്ക് അമ്പ് തറയ്ക്കുന്നത് പോലുള്ള പ്രവാഹങ്ങൾ നടത്തി കുത്തിക്കുന്ന രീതിയിലുള്ള ഈ വി ഡി സതീശൻ്റെ പ്രസംഗങ്ങൾ, ഇതുകൊണ്ടൊക്കെയാണ് വി ഡി സതീശനെ ഭരണവശം ഭയക്കുന്നത് തന്നെ അല്ലേ. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് ചെയ്തത്? കാന്തപുരത്തിൻ്റെ കേരള യാത്ര സമാപന ചടങ്ങിൽ അവിടെ CPMൻ്റെ രാഷ്ട്രീയ പ്രസംഗമാക്കി ആ ഉദ്ഘാടന പ്രസംഗം മാറ്റിയപ്പോഴത്തേക്ക് അതിന് ചുട്ട മറുപടി തന്നെ വി ഡി സതീശൻ കൊടുത്ത് പിണറായി വിജയനെ അവിടെ ഇരുത്തി വെള്ളാപ്പള്ളി എന്ന വർഗീയവാദിയെ കാറിൽ കയറ്റി വർഗീയവാദത്തിന് വളം വെച്ചു കൊടുത്ത പിണറായി വിജയനെ അവിടെ ഇരുത്തി തൊലി ഉരിച്ച് കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കണ്ടാണ് ആ വീഡിയോയ്ക്കകത്ത്, ആ പ്രസംഗത്തിനകത്ത് പിണറായി വിജയൻ തല താഴ്ത്തിയിരിക്കുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടത് അല്ലേ. വി ഡി സതീശൻ ഒരു രക്ഷയുമില്ലാതെയാണ്
ആ ഒരു 10 മിനിറ്റ് പ്രസംഗം അവിടെ കാഴ്ചവെച്ചത്. പിണറായി വിജയൻ അവിടെ ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തിയപ്പോഴത്തേക്ക്, അത് രാഷ്ട്രീയ പ്രസംഗമാക്കിയപ്പോഴത്തേക്ക് കൈയടിക്കാത്ത 10,000-കണക്കിന് അവിടെ ഇരിക്കുന്ന ആളുകൾ വി.ഡി. സതീശൻ്റെ ഒരു 10 മിനിറ്റത്തെ പ്രസംഗത്തിന് കൈയടിച്ച് ആരവം തന്നെ മുഴക്കിക്കളഞ്ഞു. എന്താ അല്ലേ? ഇതിലും വലിയൊരു നാണക്കേട് മുഖ്യമന്ത്രിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. ഇവിടെ വി.ഡി. സതീശൻ്റെ 10 മിനിറ്റത്തെ പ്രസംഗം അതിഗംഭീര പ്രസംഗമായിരുന്നു. വെള്ളാപ്പള്ളി എന്ന നമ്പർ 1 വർഗീയവാദിയെ കാറിൽ കയറ്റി പൊന്നാട അണിയിച്ചവർ, അതിനെതിരെ ഒന്നും മിണ്ടാത്തവർ, അവരെ മുമ്പിലിരുത്തിയിട്ട് വി.ഡി. സതീശൻ 10 മിനിറ്റ് കൊണ്ട് പിണറായി വിജയനെ വലിച്ചു കയറ്റി ഏറിൽ വിട്ടു. ശൂന്യാകാശത്തേക്കാണ് വിട്ടത്. ഇവിടെ ഇത്രയും വലിയ പരിപാടിയിൽ താൻ പറയുന്ന കാര്യങ്ങൾ ഔചിത്യപൂർവ്വമുള്ളതായിരിക്കണം എന്നുപോലും മനസ്സിലാക്കാതെ 1 മണിക്കൂർ എഴുതി കൊടുത്ത പേപ്പറിൽ വായിച്ചപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ട് പ്രസംഗിച്ച് ജനങ്ങളുടെ കയ്യടി ഏറ്റുവാങ്ങി പിണറായി വിജയനെ ശൂന്യാകാശത്തേക്ക് വിട്ടിട്ടാണ് അവിടുന്ന് വി.ഡി. സതീശൻ സ്റ്റേജ് വിട്ടിറങ്ങിയത്. അതാണ് വി.ഡി. സതീശൻ.